ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് പച്ചമുളകും തക്കാളിയും കൊണ്ട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ പുളിങ്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പച്ചമുളകും 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു നടുഭാഗം ഒന്ന് കീറി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ മൂപ്പിക്കുമ്പോൾ അതൊന്ന് പൊട്ടിത്തെറിക്കാനൊക്കെ ഇതുണ്ട് കേട്ടോ. അങ്ങനെ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കീറി കൊടുക്കണം. അത് മാത്രമല്ല, നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ ആ ഉപ്പൊക്കെ നല്ലതുപോലെ മുളകിൽ പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് കീറിയെടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനവിടെ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് തന്നെ ആ ഒരു പച്ചമുളക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ ഒപ്പം വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു പുളിങ്കറി മാത്രം മതി കേട്ടോ. മുളകും തക്കാളിയും കൊണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഇവിടെ പച്ചമുളക് നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഞാനിപ്പോൾ ഓരോ തക്കാളി 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാനവിടെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എണ്ണയിൽ കിടന്നതിന് തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കിടന്ന് വെന്ത് വരട്ടെ. അപ്പം ഞാനവിടെ തക്കാളി ഒന്ന് നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മുളകിലൊക്കെ ഉപ്പ് നല്ലതുപോലെ പിടിച്ച് കിട്ടും കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു തക്കാളി നല്ലതുപോലെ വെന്തൊന്ന് കിട്ടണം കേട്ടോ. അധികം വെന്ത് ഉടഞ്ഞു പോകണ്ട. നമുക്കൊന്ന് ഇത്തിരി വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം അതവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം പൊടികളൊന്നും ചേർക്കേണ്ട, കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അടുത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. അധികം എരിവൊന്നും വേണ്ട, നമ്മളിവിടെ പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു 3/4 സ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഇത്തിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ നമ്മൾ രസമൊക്കെ വയ്ക്കുന്നത് പോലെ തന്നെ, പക്ഷേ നമ്മൾ അതിലേക്ക് മുളകും കൂടി ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ മുളക് രസം എന്നൊക്കെ പറയാം കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്ത് നല്ലതുപോലെ പുഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് തെളിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ കൊത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയ ശേഷം തെളിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലധികം നമ്മൾ വെള്ളം ചേർക്കാറില്ല, നല്ല കട്ടിക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പുളിരസത്തിൻ്റെ സ്വാദം എന്ന് പറഞ്ഞാൽ നല്ല പുളിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ രസം തയ്യാറാക്കുമ്പോൾ അധികം പുളിപ്പാകാൻ കാണില്ലല്ലോ, വെള്ളമൊക്കെ കൂട്ടിയല്ലേ നമ്മൾ തയ്യാറാക്കണം. പക്ഷേ ഈ ഒരു കറിക്ക് നമ്മൾ അധികം വെള്ളം ചേർക്കാൻ പാടില്ല. ആ ഒരു പുളി നല്ലതുപോലെ കാണണം കേട്ടോ. ഇനി നമുക്കിതിലേക്കൊന്ന് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പുളിരസത്തിന്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിത് തീ ഓഫ് ചെയ്യാം. കാരണം ആ ഒരു ചട്ടിയുടെ ചൂടിൽ തന്നെ നല്ലതുപോലെ തിളച്ച് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് കഞ്ഞി കുടിക്കാനായാലും അതുപോലെ ചോറിൻ്റെ ഒപ്പം ഒഴിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു രസമാണ്. അപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് താളിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു വറ്റൽമുളക്, കുറച്ച് കടുകും കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് കടുക് താളിച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ആയ ശേഷം നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി കിട്ടും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് തക്കാളി രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ രസമാണ്. ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ രസമാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.